യുക്തിവാദികളാണ് ദൈവത്തിനെ കണ്ടുപിടിച്ചത്. ഒന്നുണ്ടാകണമെങ്കിൽ മറ്റൊന്ന് വേണം. യുക്തി കൊണ്ടാണത്. ഇതുണ്ടാക്കാൻ ഒരാൾ വേണം. ഇത്രയും ലളിതമാണത്. അങ്ങനെയാണ് ഒരു വലിയ ഉണ്ടാക്കലുകാരനെ കണ്ടുപിടിച്ചതാണ്, യുക്തിപരമായി കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ വിശ്വാസികളൊക്കെ ഉണ്ടായത്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച്, അപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച പറയണമെന്ന് പറഞ്ഞു. അന്ന് ആലോചിച്ച് തുടങ്ങിയതാ. ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഈ ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. ലോകം ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഉണ്ടാക്കിയതിൽ നിന്നുണ്ടാക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചപ്പോൾ വിവരമില്ലാത്ത ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇവരെല്ലാരും പറയുന്നത് ദൈവം സർവജ്ഞനാണ്. അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല. സർവജ്ഞനായ ദൈവം ഇത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്നെ ഉണ്ടാക്കുവോ? വെറുതെ ആലോചിച്ചു. ഉണ്ടാക്കത്തേ ഇല്ല, വിവരമില്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അന്ന് ഇത്രേ കിട്ടിയുള്ളൂ, ഇയാൾ പഠിക്കത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തവണ വീണ് കഴിഞ്ഞാൽ അങ്ങനെ വീഴരുതെന്ന് ആലോചിക്കും. ഇതങ്ങനെയല്ല. ഇതുപോലെ നമ്മളെ പോലുള്ള കോന്തന്മാരെ ദിവസം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്തൊരു വിവരം. പഠിക്കാത്ത ഒരു ദൈവവും. അങ്ങനെ ഒരു കാര്യമില്ല. നമുക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളത് കറക്റ്റ് ചെയ്യത്തില്ലേ? ബുഷിനെ മോദിയൊക്കെ ഉണ്ടാക്കുമോ? ലോകത്താരെങ്കിലും ബുദ്ധിയുള്ളവരെന്തെങ്കിലും ഉണ്ടാക്കുമോ? ഒന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ലേ? ഇതാണ് നമ്മൾ. അപ്പൊ വിവരം വെക്കുന്ന ദൈവവും ഇല്ല. ഉണ്ടാക്കിയതിൽ നിന്നുള്ള വെച്ച് വിവരമില്ല. എന്നാൽ പഠിക്കുന്നുണ്ടോ? നമ്മൾ പോട്ടെ പൊറക്കാം എന്ന് വിചാരിക്കും. ആദ്യത്തെ ഒരു തവണ വന്നതിൽ പാവമല്ലയോ എന്നൊക്കെ വിചാരിച്ച് സമ്മതിക്കാമെന്ന് വിചാരിക്കുമ്പം സമ്മതിക്കത്തില്ല. ഈ പാർട്ടി വീണ്ടും അത് തന്നെ ഉണ്ടാക്കും. കൊതുകിനെ ദിവസം ഉണ്ടാക്കും. അതോടെ ഞാൻ തീരുമാനിച്ചു, വിവരമുള്ള ദൈവവും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഏരിയ അങ്ങ് പോയി കിട്ടി. അങ്ങനെയാണ് ഈ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്, യുക്തിവാദിയാണെങ്കിൽ യുക്തിവാദി. യുക്തിവാദികളല്ലാത്ത ആരെങ്കിലും മനുഷ്യർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പക്ഷെ ഇനിയും തൊട്ട് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കരുതെന്ന് പറയുന്നവരും ഇഷ്ടം പോലെ. ഞങ്ങൾ യുക്തിപരമായി എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേലെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചേക്കരുത്. അതിനെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. Subscribe and follow me